അങ്ങനെ മാവേ കയറുന്നതിന് വരെ കോവേണിയയിലൂടെ മാവേലോട്ട് അതാണ് അതല്ലേ ഇല്ലേ? നാട്ടിൽ പോയൊരു ഓർമ്മയല്ലേ? അതാണ്. എല്ലാവരും കണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് മുഖമൊക്കെ കണ്ട് എല്ലാവരും നല്ല പുഞ്ചിരിച്ച മുഖവുമായിട്ട് എല്ലാവരും നിൽക്കുകയാണ് അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? സൂപ്പർ അല്ലേ? അടിപൊളി. മാവേ കയറി മാങ്ങ പറിച്ച് ക്ഷീണിച്ച് അല്ലേ? നാട്ടിൽ പോയൊരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ജിദ്ദയിലുള്ള എല്ലാരും തീർച്ചയായിട്ടും വരാം. പ്രവാസികൾ നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ചെറിയ പ്രായത്തിലില്ലേ, നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള അടിപൊളി അടിപൊളി ആടുന്നു, മാവേ കേറുന്നു. ആ, ഒരു കുട്ടിക്കാലം തിരിച്ചു. അത് തന്നെ നമ്മുടെ ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടി. അതെ. നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീക്കെൻഡ് അങ്ങനെ ഒരു കൃഷിയിടം കാണാനായിട്ടുള്ള യാത്രയാണ്. മർവാനി ഡാമും അതിന്റെ പരിസരത്തുള്ള കുറച്ച് കൃഷിയിടം. അങ്ങനെ പോകുന്ന വഴിയാണ്. നമുക്ക് അധികം തിരക്കൊന്നുമില്ലാതെ അങ്ങനെ സമാധാനമായിട്ട് വാഹനം ഓടിച്ച് ആസ്വദിച്ച് അങ്ങനെ നമ്മൾ മർവാനി ഡാമിന്റെ സമീപത്തുള്ള ഒരു കൃഷിയിടം കാണാനായിട്ടാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ മൂൺ മൗണ്ടൻ, ഈ ഒരു പരിസരം മൂൺ മൗണ്ടൻ എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള, അതായത് പൂർണ്ണചന്ദ്രനുള്ള ദിവസങ്ങളിൽ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാവുന്ന ഒരു സ്ഥലം കൂടാണ് നമ്മൾ ഇന്ന് സന്ദർശിക്കുന്നത്. അപ്പം അതിൻ്റെ യാത്രയിലാണ്. അതുകൊണ്ടോ അങ്ങനെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് മൗണ്ടനൊക്കെ കണ്ട് കേട്ട് അങ്ങനെ ഞങ്ങൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം മൂൺ മൗണ്ടൻ്റെ പ്രദേശമാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് വീണ്ടും നമുക്കൊരു അരമണിക്കൂർ യാത്രയുണ്ട് നമ്മുടെ ഫാമിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നാട്ടിൽ നമ്മുടെ ചക്കയുടെയൊക്കെ സീസണിൽ നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിലും നമ്മളിപ്പം പോകുന്ന ഫാമിൽ ഇഷ്ടം പോലെ പ്ലാവും അതുപോലെ തന്നെ മാവും ഒക്കെ കായ്ച്ചു കിടക്കുന്ന മനോഹര കാഴ്ചകൾ നമ്മളങ്ങനെ കണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങി നമുക്ക് വരാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ജിദ്ദയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ ഉസ്മാൻ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് നമ്മൾ ഈ പോകുന്ന ഫാം. അപ്പോൾ ആ ഒരു ഫാമിൻ്റെ കാഴ്ചകൾ നമുക്ക് മുമ്പോട്ട് പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ മൂൺ മൗണ്ടൻ്റെ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം മൂൺ മൗണ്ടൻ്റെ കാഴ്ചയും നമുക്കിതിന് ശേഷം കാണാനായിട്ട് പറ്റും. അപ്പം ലൊക്കേഷൻ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ജിദ്ദയിലുള്ളവർക്ക് ഈ ഒരു പ്രദേശങ്ങൾ സഞ്ചരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ലൊക്കേഷൻ നോക്കി വരാവുന്നതാണ്. നമ്മൾ ഇങ്ങനെ പാറകളുടെയൊക്കെ ഇടയ്ക്കൂടുള്ള അതിമനോഹര യാത്ര അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ ഏകദേശം ഒരു 5-6 വണ്ടി കൂടിയാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മുമ്പോട്ട് വരുമ്പോൾ തന്നെ ഈ ഒരു വഴിയൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇത് മിക്ക ആൾക്കാരും വരുമ്പോൾ വഴി തെറ്റി പോകുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ, നല്ലൊരു വളവും ഒരു കയറ്റവും ഒക്കെയുള്ള ഈ സ്ഥലം ഒത്തിരിയും സന്ദർശകർ നമ്മൾ ഈ വഴി നീളം നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ജിദ്ദയിലൊക്കെ നല്ല അതിവിശാലമായിട്ടുള്ള റോഡിലൂടെ ഒക്കെ വാഹനം ഓടിച്ചിട്ട് ഇതേപോലെ നമ്മുടെ നാടിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള വളവും കുന്നും കയറ്റവും ഒക്കെയുള്ള കുറച്ച് റോഡുകളാണ് നമുക്ക് ഈ ഒരു ഗ്രാമത്തിലോട്ടുള്ള വഴി. വളരെ അതിമനോഹരമായിട്ട് അങ്ങനെ ആസ്വദിച്ച് കാർ ഓടിക്കാൻ പറ്റുന്ന ഒരു വഴി തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. സ്പീഡൊക്കെ നമ്മൾ ഇച്ചിരി കുറച്ചൊക്കെ ഇവിടെ ഓടിക്കുക. കാരണം അപ്പുറത്തു നിന്നൊക്കെ വാഹനങ്ങൾ കയറി വരുന്ന വഴിയാണ്. നല്ല വളവും തിരിവും ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവസാനം ഏകദേശം ഈ ഒരു ഭാഗത്ത് എത്തിക്കഴിയുമ്പം നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോവും. ഇവിടെ ഈ ലാസ്റ്റ് ഏകദേശം ഇവിടെ വരുമ്പം ഈ റോഡ് രണ്ടായിട്ട് തിരിയുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ആ സ്ട്രെയിറ്റ് ഉള്ള ആ വഴിയാണ് പോകേണ്ടത്. ആ വണ്ടി കണ്ടോ, അതൊക്കെ ഇങ്ങനെ തെറ്റി ഇങ്ങനെ വണ്ടികളാണ് കണ്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് പിടിക്കരുത്. ഇവിടെ നിന്ന് ഈ റൈറ്റ് ഉള്ള റോഡ്, ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഈ റോഡ് ടാറൊന്നും ഇല്ലാത്ത മൺ റോഡാണ് നമുക്ക് ഇനിയും കിട്ടുന്നത്. അപ്പം ലെഫ്റ്റില് In 400 meters, you will arrive at your destination. ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. എല്ലാവരും ഇങ്ങനെ വഴിയൊക്കെ ചോദിച്ചാണ് ഇവിടെ ഈ ഒരു ലൊക്കേഷൻ വരുമ്പോൾ നമുക്കിത് തെറ്റിപ്പോകുന്ന ഒരു ലൊക്കേഷനാണ്. അപ്പോൾ ഇതിലെയാണ് നമ്മൾ ഈ ഫാമിലോട്ട് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത്. നമ്മളിങ്ങനെ കണ്ടു ഈ ഗ്രാമത്തിനുള്ളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മൾ ഫാം കാഴ്ചകൾ കാണാനായിട്ടുള്ള യാത്രയാണ്. ഇവിടെ ഇങ്ങനെ ഉള്ളി വരുമ്പോൾ ഒരു സ്കൂളിലൂടെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ സ്കൂളിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ നേരെയാണ് ഇങ്ങനെ പോകേണ്ടത്. ഇങ്ങനെ നേരെ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് വിജനമായിട്ടുള്ള വഴികളിലൂടെ മുന്നോട്ട് പോകേണ്ടത്. അപ്പം മർവാനി ഡാമാണ് ഇതിൻ്റെ റൈറ്റ് സൈഡിൽ. ഈ ഒരു മലയുടെ അപ്പുറമാണ് ഈ വെള്ളം മുഴുവൻ കിടക്കുന്നത്. നമ്മൾ ഏകദേശം പോകുന്നത് ഈ ഒരു മൺ റോഡിലൂടെ ആണ് നമുക്ക് അപ്പുറത്തോട്ട് എത്തേണ്ടത്.
ഇവിടെ വരുന്നവർ ഈ ഒരു വഴികളിലൂടെ നമുക്ക് മുന്നോട്ട് പോകണം. ഇവിടം മുതൽ തന്നെ കൃഷി സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമുക്ക് എത്തിപ്പെടേണ്ടത്. ഇഷ്ടംപോലെ മാങ്ങായും ഓറഞ്ചും ഒക്കെ പഴുത്ത് കിടക്കുന്ന കാഴ്ചയാണ്. ഈ ഫാമിനുള്ളിലാണ് നമുക്ക് കയറേണ്ടത്. ഇത് കണ്ടോ, ഇതൊക്കെ നല്ല പഴുത്ത് കിടക്കുകയാണ് മാങ്ങയൊക്കെ. പ്ലാവും ഒക്കെ നമ്മളങ്ങനെ നാടിനെ കണ്ടോ, മാങ്ങയൊക്കെ പഴുത്ത് കിടക്കുന്ന കണ്ടോ, കൊല മറിഞ്ഞ് കിടക്കുകയാണ്. ഈ ഒരു ഫാമിനുള്ളിലാണ് നമ്മൾ കയറാനായിട്ട് പോകുന്നത്. അപ്പം മർവാനി ഡാം ആ നേരെ കാണുന്നതാണ് ഡാം. ഈ നേരെ കാണുന്നതാണ് മർവാനി ഡാം. അപ്പം നമ്മൾ ആ കൃഷി സ്ഥലത്തിലോട്ടുള്ള യാത്രയാണ്. ഈ ഒരു റോഡ് വരുമ്പോൾ നമ്മൾ വിചാരിച്ചോണം നമ്മുടെ ഫാം അടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷണം. നമ്മൾ ഫാമിനുള്ളിലോട്ട് പോയിട്ട് നമുക്ക് ബാക്കി കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഫാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടംപോലെ മാങ്ങായും ഒക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരാണ്. നമ്മളങ്ങനെ അടുത്ത ബറ്റാലിയൻ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. നമ്മൾ ഈ ഡാമിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഇനി ഏറ്റവും ലാസ്റ്റ് വരുമ്പോഴത്തേന് ഇവിടെ ഒരു പഴയ ഒരു ബിൽഡിങ് നമുക്ക് കാണാം. ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ റോഡാണ്. നമുക്ക് അകത്ത് സ്ഥലമുണ്ട്, വണ്ടി അകത്തിടാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഈ വെളിയിൽ ഇട്ടിട്ട് ഇതാണ് ഈ ഗേറ്റിൽ കൂടാണ് നമുക്ക് ഉള്ളിലോട്ട്. ഇതാണ് നമ്മുടെ ഫാം ഹൗസാണ്. എല്ലാം ഈന്തപ്പഴി ഉൾപ്പെടെ എല്ലാം ഉണ്ട്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരും വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടാണ് ഇന്നത്തെ നമ്മുടെ സായാഹ്ന സവാരിക്ക് വേണ്ടി നമ്മൾ അങ്ങനെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഫാമിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കമായിട്ട് തന്നെ നല്ല ഓമയ്ക്ക അങ്ങനെ നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ കൃഷിയിടമാണ്. മാവും പ്ലാവും വാഴയും ഒക്കെ ആയിട്ട് സമൃദ്ധമായിട്ടുള്ള ഒരു കൃഷിയിടം. കണ്ടോ, മാങ്ങയൊക്കെ അങ്ങനെ നല്ല പഴുത്ത് നല്ലൊരു ടൈമാണ് ഇപ്പോഴേ. ഈ ഒരു ടൈമിൽ വന്നാലേ നമുക്ക് ഇവിടുന്ന് മാങ്ങയൊക്കെ വാങ്ങാനായിട്ട് പറ്റും. ഇത് കണ്ടോ, മാവൊക്കെ അങ്ങനെ നല്ല വിളഞ്ഞ് മാങ്ങയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ വാങ്ങാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെറുനാരകം, പന എല്ലാം കൊണ്ട് സമൃദ്ധമായിട്ടുള്ളൊരു ഫാമിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഗ്യാങ്ങായിട്ട് എത്തി കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുള്ള അതുപോലെ തന്നെ ഈന്തപ്പനയൊക്കെ അങ്ങനെ ഇഷ്ടം പോലെ കണ്ടോ കായ്ച്ച് കിടക്കുകയാണ്. ഇതിനു മുമ്പേ നമ്മൾ എല്ലാ വർഷവും ഈ ഒരു ഫാമിൽ വരുന്നതാണ് ഈ ഒരു സീസണിൽ. അതുപോലെ തന്നെ ചക്കയൊക്കെ ഇതായതുകൊണ്ട് ചെറിയൊരു ചക്കയാണ്. പ്ലാവൊക്കെ ഇഷ്ടം പോലെയാണ് ഇവിടെ. രണ്ട് പ്ലാവും എല്ലാ വിധമായിട്ടുള്ള ഇത് നമുക്കിവിടെ കാണാൻ പറ്റും. പ്ലാവിൻ്റെ തോട്ടമാണ് ഈ ഒരു സൈഡ്. ചക്കയൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ വലുപ്പമുള്ള ചക്കയല്ല, ചെറിയ ഉണ്ട ചക്കകളാണ്. ഇത് കണ്ടോ, ഇഷ്ടംപോലെ ചക്കയുടെയും അതുപോലെ തന്നെ വാഴക്കൊല, മാവ്, അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് കാഴ്ചകളാണ് നമുക്ക് ഈ ഒരു ഫാമിൽ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഞങ്ങളൊരു 10-50 പേരോളം ഒന്നിച്ചാണ് ഈ പ്രാവശ്യത്തെ യാത്ര. ഇഷ്ടംപോലെ അങ്ങനെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പേര, മർവാനി ഡാമിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമത്തിലുള്ള ഒരു ഫാമിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടുന്ന് നമുക്ക് മാങ്ങയൊക്കെ നമുക്ക് വാങ്ങാം. ഇവിടെ നമുക്ക് മാങ്ങയൊക്കെ കിടക്കുന്നതുണ്ടോ. ഇപ്പോൾ കേരളത്തിൽ നമുക്ക് മിസ്സായിപ്പോയ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾ ജിദ്ദയിൽ പകർത്തുകയാണ്. ഇത് കണ്ടോ, ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ നാട്ടിലെ കാഴ്ചകൾ മിസ്സായ പ്രവാസികൾ അങ്ങനെ ഒന്നിച്ച് നിന്ന് കുറച്ച് മാവിൻ തോട്ടത്തിലും വാഴത്തോട്ടത്തിലും ഒക്കെ അങ്ങനെ ഓർമ്മകൾ അയവിറക്കുകയാണ് അല്ലേ. ഓർമ്മകളാണ്. കൊള്ളാ, കേരളമാണോ അതോ സൗദിയാണോ? ഒരു ഡൗട്ട് ഇപ്പൊ അല്ലേ. ഇതിനിടയ്ക്കിടയ്ക്ക് അത് തന്നെ സൗദിയാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കുറച്ച് കാഴ്ചകളും ഉണ്ട് ഇവിടെ. നമ്മുടെ ബീച്ചേട്ടൻ മാങ്ങയൊക്കെ അങ്ങനെ തകർത്ത് പറിക്കുക കണ്ടോ. പണ്ട് നമ്മൾ തബൂക്കിലെ ഫാമിൽ പോയ ഓർമ്മയാണ്. വേണ്ട, ഈ ഈന്തപ്പന കാണുമ്പോഴാണ് നമ്മളിത് അറേബ്യൻ നാടാന്ന് ഓർമ്മ വരുന്നത്. ഇത് കണ്ടോ, അങ്ങനെ നാടൻ കാഴ്ചകളുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീക്കെൻഡ് അങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്.
ഇഷ്ടംപോലെ മാങ്ങയാണ്. നമ്മുടെ നാട്ടിൽ പോലും കാണാൻ പറ്റാത്ത കാഴ്ച നമുക്കിങ്ങനെ ഗൾഫിലെ ജിദ്ദയിലെ നമ്മൾ കാണുകയാണ്. ജിദ്ദയിൽ നിന്നുള്ള ഒരു ഫാം കാഴ്ചയാണ് നമ്മളെല്ലാവരും കൂടി ഈ കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങനെ കുറച്ച് മാങ്ങയൊക്കെ പറിക്കുകയാണ്. ഒരു കാർട്ടൂൺ മാങ്ങയ്ക്ക് 35 റിയാലാണ് വില. കഴിഞ്ഞ വർഷം ഏകദേശം 30 റിയാലിൽ നമുക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാങ്ങ ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. നമ്മുടെ ഗ്യാങ്ങൊക്കെ അങ്ങനെ മാങ്ങ പറിക്കുന്നിടത്തോട്ട് ഓടി വന്നിരിക്കുകയാണ്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നമ്മൾ ഒന്നിച്ചാണ് ഇന്നത്തെ യാത്ര. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഈ ഫാമിൻ്റെ പല പല ഭാഗങ്ങളിലായിട്ടാണ്. അപ്പോൾ നമുക്ക് വേണ്ടി മാങ്ങ നമ്മൾ പറിപ്പിക്കുകയാണ്. ഒരു കാർട്ടൂണ് 35 റിയാലാണ് ഇവിടെ വില. അതുപോലെ തന്നെ പഴുത്ത മാങ്ങ ഒക്കെ അടിച്ചോ, അത് കൊള്ളാം, ലോട്ടറി. ഈ ഒരു കാർട്ടൂണാണ് ഇവിടെ 35 റിയാലെന്ന് പറഞ്ഞത്. ഇത് കണ്ടോ, ഏകദേശം ഒരു 10 കിലോയുടെ അടുത്തൊക്കെ വരും. അതൊരു കാർട്ടൂണാണ്. ഈ ചേട്ടനാണ് ഇന്നത്തെ ഇവിടുത്തെ താരം. ഇതാ കണ്ടോ, മാങ്ങ അങ്ങനെ അങ്ങ് പറിക്കുകയാണ്. കണ്ടോ, അത് തന്നെ ഇവർ മിക്കവാറും ഇവിടുത്തെ സ്റ്റാഫായിട്ട് എടുക്കുമെന്ന് തോന്നുന്നു ബീച്ചേട്ടനെ. അൻസാമകളൊക്കെ നിലത്ത് കിടന്ന മാങ്ങ എടുത്തിട്ട് കൈ കൊണ്ട് പതുക്കെ ഒന്ന് ഇതാക്കിയിട്ട് അങ്ങ് തിന്നാനുള്ള പ്ലാനാണ്. എന്നിട്ട് ഭയങ്കര വൃത്തിക്കാരത്തിയാന്നും കൂടെ പറയുന്നത്. ഞങ്ങള് നോക്കുക. കുഞ്ഞെ എങ്ങനെയുണ്ട്? സൂപ്പറാണോ? അടിപൊളിയല്ലേ? പച്ചമാങ്ങ ഒക്കെ പിള്ളേർ അങ്ങനെ തിന്നുകയാണ്. ഇച്ചിരി കഴിയുമ്പോൾ വയറ്റിളക്കം വന്ന് പറയരുത്. വേണ്ടേ, വാഴക്കൊല അങ്ങനെ ഇഷ്ടം പോലെ വാഴക്കൊല ഉണ്ട്. അതുപോലെ തന്നെ കിണർ. ഇതൊക്കെ നമ്മൾ കാണുന്ന മരുഭൂമിയിൽ നിന്നുള്ളൊരു കാഴ്ചയാണ്. ഈ ഫാമിന് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഈ കിണർ വഴിയാണ് ഇവർ അടിക്കുന്നത്. അതുപോലെ തന്നെ കണ്ടോ, വാഴക്കൊലയൊക്കെ നല്ല സൂപ്പർ വാഴക്കൊലയൊക്കെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ സായാഹ്ന സമയം കിട്ടിയിരിക്കുന്നത്. വണ്ടറടിച്ച് നിൽക്കുകയാണ് നമ്മുടെ ലീനാമ. ലീനാമ എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയല്ലേ? സന്തോഷം. ഉണ്ടോ, ബിച്ചേട്ടൻ നല്ല പഴുത്ത മാങ്ങ പറിച്ചു തന്ന് ഞാൻ തിന്നുക. നാടിനെ മിസ് ചെയ്യുന്നെങ്കിലും ഞങ്ങൾ പ്രവാസികൾക്ക് ഇങ്ങനെ ചില അവസരങ്ങളൊക്കെ ഉണ്ട്. ചില സ്ഥലങ്ങളിൽ ഇപ്പം ജിദ്ദയുടെ അടുത്തുള്ള ഒരു ഫാമിൽ നിന്നുള്ള കാഴ്ചയാണ്. അതുപോലെ തന്നെ കണ്ടോ, വാഴക്കൊല കണ്ടോ, അതുപോലെ തന്നെ ചെറുനാരകം, എല്ലാം കൊണ്ട് സമൃദ്ധമായിട്ടുള്ളൊരു സായാഹ്നമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ആസ്വദിക്കുന്നത്. അപ്പം ജിദ്ദയിലുള്ളവർക്കൊക്കെ ഇവിടെ ഒന്ന് വരാം. അടിപൊളി ഒരു ഫാമാണ്. അങ്ങനെ മാവേ കയറുന്നതിന് വരെ കോവേണിയയിലൂടെ മാവേലോട്ട് കയറുകയാണ് നമ്മുടെ മിനി. കണ്ടോ, അപ്പം നാട്ടിൽ മിസ്സാവുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് എല്ലാ പ്രവാസികളും കൂടെ ഒന്നിച്ചതാ പിള്ളേരൊക്കെ അങ്ങനെ മാവേക്കയറ്റം പഠിക്കുകയാണ്. എന്താ, നമ്മുടെ നാട്ടിൽ മിസ്സായ സാധനമാണ്. നല്ല ഫ്രഷായിട്ടുള്ള വാഴയുടെ ഇല. ഒരിലയ്ക്ക് നമ്മൾ ലുലുവിന് ഏകദേശം 5 റിയാൽ കൊടുത്താൽ വാങ്ങുന്നത്. ഇപ്പോൾ നമ്മളിത് നമ്മുടെ സ്വന്തം തോട്ടത്തിൽ നിന്ന് കണ്ടോ വെട്ടിയെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് വാഴയില. അപ്പോൾ നാളെ നമ്മൾ പൊതിച്ചോറുണ്ടാക്കാനുള്ള പരിപാടികളാണ്. ഉണ്ടോ, എല്ലാവരും അങ്ങനെ ഇന്നത്തെ സായാഹ്നം നമ്മൾ തകർത്തു. അങ്ങനെ നമ്മളിത് സന്ധ്യ ആയപ്പോഴത്തേന് നല്ല തട്ടുകടയാണ് ഇവിടെ. തട്ടുകട ആരാണ് തട്ടുകട നടത്തുന്നത്? കണ്ടോ, നല്ല അടിപൊളി സ്നാക്സും ഏത്തക്കാപ്പും ഉണ്ട്. ഇതെന്താ, ഉള്ളിവട അല്ലേ? എല്ലാ ഐറ്റങ്ങളും അങ്ങനെ തകർക്കാണ്. പിള്ളേരെല്ലാം വളരെ ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ ഫാം കാഴ്ച ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിച്ച് മൂൺ മൗണ്ടനിലോട്ട് പോവാണ്. നാടിനെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിച്ച് അടുത്ത സ്ഥലത്തോട്ട് പോകാനായിട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ ഫാം കാഴ്ചകളൊക്കെ ഇവിടം കൊണ്ട് അങ്ങനെ അവസാനിക്കുകയാണ്. എല്ലാവരും നടന്ന് മാവേലൊക്കെ കയറി ക്ഷീണിച്ച് അങ്ങനെ നിൽക്കുകയാണ്. വീണ്ടും നമ്മൾ ഒരു കാർട്ടൂൺ മാങ്ങയുടെ മേടിക്കാൻ പോവാണ്. എല്ലാവരും ക്ഷീണത്തിൽ നല്ല അടിപൊളി കട്ടൻ കാപ്പി, പാൽ ചായ എന്ന് വേണ്ട കട്ടൻ ചായ എല്ലാം കുടിച്ച് അങ്ങനെ നമ്മൾ അടുത്ത സ്ഥലത്തിലോട്ട് പോകാനായിട്ട് പോവാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അങ്ങനെ നാട്ടിൽ ചെന്ന പ്രതീതിയാണ് എല്ലാവർക്കും. അങ്ങനെ സൗദി അറേബ്യയുടെ ജിദ്ദയിൽ നിന്നും അതാണ് അതല്ലേ ഇല്ലേ, നാട്ടിൽ പോയൊരു ഓർമ്മയല്ലേ അതാണ്. എല്ലാവരും കണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് മുഖമൊക്കെ കണ്ട് എല്ലാവരും നല്ല പുഞ്ചിരിച്ച മുഖവുമായിട്ട് എല്ലാവരും നിൽക്കുകയാണ് അല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? സൂപ്പർ അല്ലേ? അടിപൊളി. മാവേ കയറി മാങ്ങ പറിച്ച് ക്ഷീണിച്ച്
അല്ലേ? നാട്ടിൽ പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ജിദ്ദയിലുള്ള എല്ലാരും തീർച്ചയായിട്ടും വരാം. പ്രവാസികൾ നഷ്ടപ്പെടുന്ന കുറച്ച് ശേഷം മിസ്സായ കുറെ നിമിഷങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ചെറിയ പ്രായത്തിലില്ലേ, നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള അടിപൊളി അടിപൊളി ആടുന്നു, മാവയെ കേറുന്നു. ആ, ഒരു കുട്ടിക്കാലം തിരിച്ചു. അത് തന്നെ നമ്മുടെ ഒരു കുട്ടിക്കാലം തിരിച്ചു കിട്ടി. അതായിരുന്നു വേണ്ട കുട്ടി ആയിരിക്കുന്ന മോളെ. എങ്ങനെയുണ്ട് ജിദ്ദയിലെ? സൂപ്പർ അല്ലേ? അതാണ് അങ്ങനെ നമ്മളെല്ലാരും കൂടെ ഒരു സായാഹ്ന സവാരി അങ്ങനെ അടിപൊളിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ജിദ്ദയിൽ സൗദി അറേബ്യയുടെ പ്രദേശത്തു നിന്നാണ് മാവേൽ ഏറ്റവും കൂടുതൽ കയറിയ ആളെ അവാർഡ് ഇവിടാണ് കൊടുക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? വീണ്ടും വരണ്ടേ നമുക്ക്? അപ്പം നമ്മുടെ ഇവിടെ പ്ലാവേലെ ചക്കയൊന്നും അങ്ങനെ ആയിട്ടില്ല. ചക്കയൊക്കെ ആകുമ്പം വീണ്ടും നമ്മൾ വരുന്നതാണ്. അപ്പം അടുത്ത പുതിയൊരു കാഴ്ച വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബൈ ബൈ. നമസ്കാരം. ബൈ ബൈ. ചാടി വീഡിയോ